കൊട്ടാരക്കരയിൽ ട്രാൻസ്ജെൻഡേഴ്സ് നടത്തിയ സമരം അക്രമത്തിൽ കലാശിച്ചു. പോലീസിന് നേരെ ആക്രമണം നടത്തി. സമരത്തിനിടയിൽ പോലീസിനെ ട്രാൻസ്ജെൻഡേഴ്സ് ആക്രമിച്ചു. കൊട്ടാരക്കര സിഐയുടെ തലയിൽ സോഡാ കുപ്പി കൊണ്ട് എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു. പിങ്ക് പോലീസ് ഉൾപ്പെടെ 10ഓളം പോലീസുകാർക്ക് പരിക്കേറ്റു. 20ഓളം ട്രാൻസ്ജെൻഡേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അകാരണമായി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു ഇവർ. കയറുവാനുള്ള ശ്രമത്തിലാണ് പോലീസിന്റെ വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവർ തടയുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. പോലീസ് നടന്ന അക്രമം അവസാനിപ്പിക്കാനുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രതിഷേധമാക്കി കൊട്ടാരക്കരയിൽ നടക്കുന്നത്. പ്രതിഷേധക്കാരെ ഇപ്പോൾ തടയുന്ന ഒരു സ്ഥിതിയാണ് കാണാൻ കഴിയുന്നത്. കൊട്ടാരക്കര പുനമൺ ജംഗ്ഷനിലാണ് ഈ ഒരു പ്രതിഷേധമാക്കി ആരംഭിച്ചത്. തടഞ്ഞിരിക്കുന്നു, പൂർണ്ണമായിട്ടും ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ ഉപരോധിച്ചിരിക്കുകയാണ്. കാരണം കൊട്ടാരക്കര ഓയൂർ റോഡ് പൂർണ്ണമായിട്ടും പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുക, വ്യാജ എഫ്ഐആർ ഇട്ട പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തിന് പേരിൽ എഫ്ഐആർ ഇടുക, എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുക, ഞങ്ങൾക്കെതിരെ പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യുക. ആറ് ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ 2021 കൊടുത്ത കേസ് കോടതിയിൽ പോയിരിക്കുകയാണ്. ഞങ്ങൾ അതിനു മുന്നേ ഒരുപാട് കേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കൊട്ടാരക്കര സ്റ്റേഷനിൽ. അതിനൊന്നും നടപടി ഉണ്ടാക്കില്ല. പോലീസ് കള്ളക്കേസ് എടുത്ത് 6 ട്രാൻസ്ജെൻഡേഴ്സിനെ കോടതി കയറ്റേണ്ട കാര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കിതിന് നീതി കിട്ടണം. ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്ത് കോടതിയിൽ കയറ്റിയ പോലീസിനെതിരെ ഞങ്ങൾക്ക് നീതി ലഭിക്കണം. ഞങ്ങൾ സസ്പെൻഡ് ചെയ്യണം. ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ഉദയൻ എന്ന നാറിയ പോലീസിനെ സസ്പെൻഡ് ചെയ്തിട്ട് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുമ്പോൾ ഉദയൻ എന്ന പോലീസുകാരെ കൊട്ടാരക്കര സ്റ്റേഷനിലുള്ള ഉദയൻ എന്ന പോലീസിനെ സസ്പെൻഡ് ചെയ്യുമോ നേരെ ചെയ്യുമോ? What?
ഞങ്ങളെ വീഡിയോ എടുക്കണ്ട, ഞങ്ങളെ വീഡിയോ എടുക്കണ്ട. വാർത്ത വിട്ട ആൻസിനെ മോശമായി ഇവനെ കൊണ്ട് വീഡിയോ പിടിപ്പിക്കാൻ ഞങ്ങൾ ഇവരെ അടുത്തില്ല. ഇവനെ കൊണ്ട് വീഡിയോ പിടിപ്പിക്കാനുള്ള അവസരം ഞങ്ങൾ അങ്ങോട്ട് പോകും. ഒരു തീരുമാനമായി വിജയിച്ചിട്ടുണ്ട്. പൊണ്ണെ പേടിച്ചോ. ഓടിക്കോ പയ്യനെ. മാഡം ഒന്ന് മാറിക്കണം, ഇച്ചിരി ഒന്ന് മാറിക്കണം. ഞങ്ങൾ ബോർഡ് നിർത്തോ. We want justice.